ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ മൈനിങ് സർവീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അത് പൂട്ടിയോ എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വെബ് പേജ് നോട്ട് അവൈലബിൾ എന്നാണ് എഴുതിയിട്ട് കാണിക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനോ ഒന്നും തന്നെ ഇവിടെ ഇത് ലഭിക്കുന്നില്ല, പ്രവർത്തിക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ റീലോഡ് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും എറർ ബഗ്ഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ബഗ് എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീലോഡ് ചെയ്ത് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ചില ആൾക്കാർക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള പേജാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് അത് റീലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം മുകളിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് റിക്വസ്റ്റ് എറർ അനബിൾ ടു അത് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഈ ഒരു പ്രശ്നം ജൂലൈ 14 ഇന്ന് രാവിലെ മുതലാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ട്വിറ്ററിലും മറ്റു സോഷ്യൽ മീഡിയയിലേക്കും ഒരുപാട് ആൾക്കാർ പങ്കുവെച്ച് കഴിഞ്ഞു. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഇനി ടെലഗ്രാം ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഇനി ടെലഗ്രാമിലെ ഡാറ്റാസ് ക്ലിയർ ചെയ്തിട്ടും കാര്യമില്ല. ഇത് ടെലഗ്രാമിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. ഇവിടെ ഇങ്ങനെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് വർക്ക് ആവാത്തതിൻ്റെ, അതായത് ഇത് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ്ങിൽ ഒരുപാട് ആൾക്കാർ, ഏകദേശം 20 കോടിയിലധികം ആൾക്കാരാണ് ഇത് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെർവർ, അതായത് ഇവരുടെ വെബ്സൈറ്റിൻ്റെ സെർവർ ഇപ്പോൾ നിലവിൽ ഡൗൺ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ഓൾറെഡി 2-3 അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ചെറുതായിട്ട് സെർവർ ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പം അത് പ്രവർത്തിക്കാത്തത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് പൂട്ടുകയോ അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഹാക്ക് ചെയ്യപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ടെലഗ്രാം മൈനിങ്ങിൽ വന്നിട്ടുള്ള നോട്ട് കോയിൻ, ടാപ്പ് സ്വാപ്പ്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അവരുടെയൊക്കെ വെബ്സൈറ്റ് ഇതേപോലെ സെർവർ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്ര ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് ഇപ്പം പ്രവർത്തിക്കാത്തത് കുറച്ച് കഴിഞ്ഞാൽ അവരത് റെഡിയാക്കും. അത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ പുതിയ സെർവർ അപ്ഗ്രേഡേഷൻ നടത്തുകയും അതിൽ പുതിയ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് നമുക്ക് പഴയ രീതിയിൽ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആ രീതിയിൽ ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത് കണ്ട് പേടിക്കേണ്ട. ഇതിൻ്റെ കാര്യവും കാരണങ്ങളും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പ്രവർത്തിക്കും. മാത്രവുമല്ല, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ അപ്ഡേറ്റ് എല്ലാം ലഭിക്കുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എങ്കിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. കൂടാതെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.